Hello guys, welcome back to Aafiya vlog. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല വലിയ ഉണ്ട കണ്ണുകളുള്ള വാളമീൻ കറിയായിട്ടാണ്. ഞാൻ വീട്ടിലേക്ക് പോവാം. ഇതിനായിട്ട് നമുക്കൊരു തേങ്ങ വേണം. നമുക്ക് ആ തേങ്ങ തിരികെ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം തിരികെ എടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള അരപ്പൊക്കെ പറഞ്ഞുതരാം. മുളക് പൊടി, ഉലുവ പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നെല്ലിക്കയുടെ അക്കറയുള്ളൊരു പൊടി, പിന്നെ ഒരു കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് ചെറുള്ളി. ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളി കൊടുക്കാം. പുളി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം. ഉലുവയുടെ പൊടിയാണ് ഉപയോഗിച്ചത്. പിന്നെ അടുത്തായിട്ട് മുളക് പൊടി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അരച്ചിട്ട് കാണാം. നമ്മൾ മിക്സി ജാറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ സ്റ്റൗ കത്തിച്ച് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചട്ടിയിൽ അരപ്പ് ഒഴിച്ച് കൊടുത്ത് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് ഈ ഒരു കിറ്റിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി അരിഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് കറിവേപ്പില അരിഞ്ഞ് കൊടുക്കാം. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കറിവേപ്പിലയാണ്. ഓക്കെ, കറിവേപ്പില അരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാൻ ഉപ്പൊക്കെ. നെക്സ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് മീൻ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചിരുന്ന മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച് തിളപ്പിച്ച് അരപ്പിന് നമ്മൾ തിളക്കാൻ പോവാണ്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. വെട്ടി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെട്ടി വെച്ചിരുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഇളക്കി അരക്കാനാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മീൻ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ നേരത്തെ ഇട്ട ഉപ്പ് ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ആകെ കൊടുക്കാം. ആ മീൻ നന്നായി അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്കിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം.
ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. പിന്നെ ആ മധുരം കാണും. അങ്ങനെ തിളയ്ക്കുന്നുണ്ട്. മീൻ പൊടിഞ്ഞു വേകുമ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വാള മീനായതുകൊണ്ട് കയ്യിൽ കൂടി ഇളക്കി പോകാവൂ. ഇല്ലെങ്കിൽ മീൻ പൊടിഞ്ഞ വെള്ളം കാര്യം കൂടുതലാണ്. പ്രത്യേകിച്ച് വാള കറക്കി നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കാം. ഇനി അല്ലെങ്കിൽ തവി ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. നല്ല വെങ്കല്ലോ. 2 മിനിറ്റ് കൂടി ഇട്ടിട്ട് തിളച്ചോട്ടെ. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനെ സർവ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ പൊടി അല്ല ചെറുതായിട്ട് കൈ കൊണ്ട് ഇപ്പോഴും തന്നെ മീൻ ഇളകി കിടക്കുന്നുണ്ടോ? അതാണ് വാളമീൻ്റെ പ്രശ്നം. വാളമീൻ ഭയങ്കര സോഫ്റ്റ്. പക്ഷേ അതിൻ്റെ മുള്ളാണ് ജയിക്കണം. മുള്ളധികമില്ല. നല്ല മണമുണ്ട്. നമുക്ക് ചോറിനോ കഴിച്ച് നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാളമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂടെ നന്നായിട്ട് കോമ്പിനേഷനാണ്. നമുക്ക് അല്പം ചോറുമായിട്ട് ആഫിയക്ക് കഴിക്കാൻ കൊടുക്കാം. ഓക്കെ, കഴിക്കാമല്ലോ. നമ്മൾ ചോറെടുത്ത് വെച്ചുകൊണ്ട് ഇനി വാളമീൻ പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തിട്ട് നല്ല പൊന്നിയരി ചോറും ഒരു വാളമീൻ പൊരിച്ചതും ഒരു ചെറിയ പീസ് മീൻ കറിയിലെ മീൻ നമ്മൾ ചെറിയ അയച്ച മീൻ കറിയായി അതിൽ എരിവൊന്നും ഉണ്ടാകില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആഫിയ ടേസ്റ്റ് ചെയ്ത് ഓക്കെ. മീനൊക്കെ ഭയങ്കര ചൂടായി. നന്നായിട്ട് വെച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ പൊരിക്കാൻ നന്നായി മുരിങ്ങിക്കോളി ഇത്തിരി ചാറുള്ള ചോറ് കൊടുത്ത് ഒറ്റപ്പിടി അങ്ങ് കൊടുക്കാം. ചാറ് നല്ല കേൾക്കുന്നത് അത് അവന് കഴിഞ്ഞു. അത് മതി ഇത്തിരി കഴിക്കാൻ. ഞാൻ പറഞ്ഞു പാവം മതി. ഇനി വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യോ. കറിയിലെ മീൻ ഇങ്ങനെ കഴിക്കുന്നത് പക്ഷെ അവന് തിരിക്കും. പക്ഷേ എല്ലാവരും ട്രൈ ചെയ്യണം. ഈ സിമ്പിളാണ്. ഇങ്ങനെ ചോറിനോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം. ബൈ.